വിശദീകരിക്കണം നിശ്ചയമായും. കാരണം എന്ന് വെച്ചാൽ വിശദീകരിക്കണമെന്ന് നമ്മളല്ലല്ലോ പറഞ്ഞത്. ഈ ഭരണമുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ സർക്കാരിൻ്റെ ഭാഗമായി 4 മന്ത്രിമാരുള്ള പാർട്ടിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇന്ന് രാവിലെ ആദ്യം ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ADVGP അജിത് കുമാർ, ക്രമസമാധാന ചുമതലയുള്ള അജിത് കുമാർ RSS നേതാവുമായി പങ്കുവച്ചത് എന്താണ് എന്ന് പറയണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭരണമുന്നണിയിൽപ്പെട്ടൊരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 2023 മെയ് 22-ാം തീയതി കണ്ടു എന്നാണല്ലോ പറയുന്നത്. ADGP അജിത് കുമാറും ഹൊസബോളയുമായിട്ട് കൂടിക്കാഴ്ച നടന്നു. 2023 മെയ് 22-ാം തീയതി കാണുന്നു. 23-ാം തീയതി ഇന്റലിജൻസ് റിപ്പോർട്ട് പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 23-ാം തീയതി തന്നെ ഇന്റലിജൻസ് കൃത്യമായി സംസ്ഥാന ഇന്റലിജൻസ് മേധാവിക്കും അതുവഴി സർക്കാരിനും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അതായത് 16 മാസം മുമ്പ് ഈ ADGP അജിത് കുമാർ ദത്താത്രേയ ഹൊസബോളയുമായി തൃശ്ശൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം മുഖ്യമന്ത്രിക്കറിയാം. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കറിയാം 16 മാസങ്ങൾക്ക് മുമ്പ് എന്നോർക്കണം. അത് കഴിഞ്ഞ് ഡിസംബറിൽ രാം മാധവുമായി കോവളത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് 8 മാസം മുമ്പ്. നോക്കൂ, ഈ 2023-2024 പ്രത്യേകത എന്താ? 2023-2024 എന്ന് പറയുന്നത് ഇലക്ഷൻ വർഷമാണ്, തിരഞ്ഞെടുപ്പ് വർഷമാണ്. ആ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഈ CPM എന്ന് പറയുന്ന ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആരാണ്? അത് കോൺഗ്രസ് അല്ല, അത് BJP ആണ്. BJP വിരുദ്ധ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായിട്ട് CPM ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏറ്റവും വിശ്വാസ്യതയോടുകൂടി ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ADGP RSSൻ്റെ നേതാവുമായി സംസാരിക്കുന്നുണ്ട് എങ്കിൽ, കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എങ്കിൽ, അക്കാര്യത്തെക്കുറിച്ചൊരു ഇൻഫർമേഷൻ മുഖ്യമന്ത്രിക്കുണ്ട് എങ്കിൽ, ആഭ്യന്തര വകുപ്പിനുണ്ട് എങ്കിൽ അക്കാര്യത്തിൽ നിശബ്ദരായിരിക്കാൻ കഴിയുമോ അവർക്ക്? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, 2016 അധികാരത്തിൽ വന്ന പിണറായിയുടെ 1ാം സർക്കാർ ആദ്യമുണ്ടാക്കിയ വിവാദം അറിയാമല്ലോ, TP സെൻകുമാറുമായി ബന്ധപ്പെട്ട വിവാദമല്ലേ? എന്തുകൊണ്ടാണ് TP സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റാൻ CPM തീരുമാനിച്ചത്, ആ സർക്കാർ തീരുമാനിച്ചത്? TP സെൻകുമാറിന് BJPയുമായി കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. BJP ബന്ധമാണ് TP സെൻകുമാറിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് CPM നേരിട്ടിരുന്ന പ്രശ്നം. 2017 നിയമസഭയിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. DGP സ്ഥാനത്ത് നിന്ന് TP സെൻകുമാറിനെ നീക്കാനായിട്ട് സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ട് പ്രതിപക്ഷം, കോൺഗ്രസ് വളരെ ശക്തമായ വാദവും ഉന്നയിച്ചപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ നിങ്ങളുടെ കയ്യിലല്ല കേട്ടോ ഈ TP സെൻകുമാർ, അദ്ദേഹം വേറെ താവളം തേടി പോയിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇങ്ങോട്ട് വരണ്ട എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ വളരെ സ്ട്രോങ് ആയ നിലപാടാണ് TP സെൻകുമാറിൻ്റെ കാര്യത്തിനകത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള CPM മുഖ്യമന്ത്രി എടുത്തത്. അപ്പോൾ CPMൻ്റെ ഈ പറയുന്ന BJP വിരോധം എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കേരളത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നത് വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകമാണ്. 1969 കണ്ണൂരിൽ നടക്കുന്ന കൊലപാതകം. 55 വർഷങ്ങൾക്ക് മുമ്പാണ് ആ കൊലപാതകം ഉണ്ടായത്. ആ കൊലപാതകത്തിൽ 1ാം പ്രതി ആരാന്നറിയാമോ? ഇന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ്. 55 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകം ഉണ്ടാകുന്നത്. അന്നു മുതലുള്ള ചരിത്രമുണ്ട് ഈ RSSുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നിന്നേ. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ഒരു കണക്ക് പറഞ്ഞു, 218 പേരാണ് കേരളത്തിൽ CPMൻ്റെ രക്തസാക്ഷികൾ RSSുമായുള്ള ഏറ്റുമുട്ടലിൽ. കഴിഞ്ഞ 8 വർഷത്തിനകത്ത് 18 പേര്, അതായത് ഈ സർക്കാർ ഭരിക്കുമ്പോൾ 18 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ ആ രക്തസാക്ഷികളുടെയൊക്കെ രക്തത്തിൽ നിന്ന് പടുത്തുയർത്തിപ്പെട്ടുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഭരിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പോയിട്ട് RSSൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മേധാവിയുമായി ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ നിശബ്ദത പാലിക്കാൻ കഴിയും. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2023 മെയ് 22-ാം തീയതി ഹൊസബോളയുമായിട്ട് ADGP അജിത് കുമാർ സംസാരിച്ചോട്ടെ. അജിത് കുമാറിന് അറിയില്ലേ 23-ാം തീയതി ഇന്റലിജൻസ് റിപ്പോർട്ട് പോകുന്നത്? അയാളൊരു ചെറിയ ഓഫീസറൊന്നുമല്ലല്ലോ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഡൽഹിയിലുള്ള സമയത്ത് ഹോർമിസ് തരകനായിരുന്നു കേരളത്തിലെ DGP. അദ്ദേഹം ഇവിടുന്ന് റോയുടെ മേധാവിയുമായിട്ട് ഡൽഹിയിലെത്തി. സ്വാഭാവികമായിട്ട് ഹോർമിസ് തരകൻ സാറുമായിട്ടൊക്കെ മലയാള പത്രപ്രവർത്തകർക്ക് നല്ല ബന്ധമാണ്. റോയുടെ മേധാവിയാണ്. തടിയൻ്റെ അവിടെ നസീർ അടക്കമുള്ള ഈ കളമശ്ശേരി ബസ് കത്തിക്കലടക്കമുള്ള കേസ് നിൽക്കുന്ന സമയമാണ്. ഈ മലയാള മാധ്യമ പ്രവർത്തകർ തരകൻ സാറിൻ്റെ ഫോൺ നമ്പർ കയ്യിലുള്ളതുകൊണ്ട് നിരന്തരം തരകൻ സാറിനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം വളരെ ബുദ്ധിമുട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ റോയുടെ മേധാവിയാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ നിരന്തരം വിളിക്കരുത്, ബിക്കോസ് ദർ ഇസ് എ കൗണ്ടർ സർവൈലൻസ്. അത് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് തരകൻ സാറിൽ നിന്നാണ്. കാരണം വെച്ചാൽ സർവൈലൻസ് മാത്രമല്ല, നിങ്ങൾ ആളുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് പുറകിലൊരു നിരീക്ഷണ സംവിധാനമുണ്ട്, നിങ്ങൾ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. റോയുടെ മേധാവിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസിറ്റീവ് പോസ്റ്റാണ്. അദ്ദേഹം ആരുമായിട്ടൊക്കെ ടെലിഫോണിൽ സംസാരിക്കുന്നു, അദ്ദേഹം എവിടെയൊക്കെ പോകുന്നു എന്നുള്ള ആ സംവിധാനത്തിൽ നിന്ന് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനൊരു സംവിധാനം എല്ലാ സേനാ വിഭാഗങ്ങളിലുമുണ്ട്. ഇത് അറിയാത്ത ഒരാളാണോ ADGP? അപ്പം ഈ പറയുന്ന അജിത് കുമാർ മെയ് 22-ാം തീയതി 2023 ഈ പറയുന്ന ഹൊസബോളയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം 23-ാം തീയതി ഇന്റലിജൻസ് റിപ്പോർട്ട് പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം, മുഖ്യമന്ത്രി ഈ കാര്യം അറിയുമെന്നും അറിയാം. അതിനുശേഷം ഡിസംബറിൽ വീണ്ടും പോയി അദ്ദേഹം റാം മാധവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത് അങ്ങേയറ്റം, ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ലളിതമായിട്ട് അങ്ങ് പറഞ്ഞു കളയും. ADGP അജിത്
അജിത് കുമാർ ഒരു വ്യക്തിയല്ലേ, അദ്ദേഹത്തിന് മറ്റൊരു വ്യക്തിയെ കണ്ടുകൂടെ? അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെ ഒരു ഓഫീസർക്ക് കണ്ടുകൂടെ? നോക്കൂ, ഇവിടെ ഈ ഓൾ ഇന്ത്യ സർവീസസിലൊക്കെ ചില കണ്ടക്ട് റൂൾസ് ഉണ്ടെന്നേ, വളരെ പ്രധാനമാണത്. ചില ഔചിത്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് ഈ ക്രമസമാധാന ചുമതല 4 വിഭാഗങ്ങളാണ് പോലീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 ക്രമസമാധാനം, 2 ക്രൈംബ്രാഞ്ച്, 3 വിജിലൻസ്, 4 ഇൻ്റലിജൻസ്. ഈ 4 വകുപ്പുകൾ വളരെ പ്രധാനമാണ് പോലീസിൽ. ഈ 4 വകുപ്പുകളിലും ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളല്ലേ ഒരു സർക്കാർ നിയമിക്കുക. അതിൽ ഏറ്റവും വിശ്വസ്തനായിരിക്കും ക്രമസമാധാനം ചുമതല ഉണ്ടാവുക. എന്താ കാര്യം? ഇൻ്റലിജൻസ് കൊടുക്കുന്ന എല്ലാ ഇൻപുട്ടും വെച്ചിട്ട് ഓരോ ദിവസവും സേന എങ്ങനെ പ്രവർത്തിക്കണമെന്നും എന്തു നീക്കം നടത്തണമെന്നും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഉണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയും നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ഈ ക്രമസമാധാന ചുമതലയുടെ ADGP ആയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ സെൻസിറ്റീവായ ഒരു പോസ്റ്റിലിരിക്കുന്ന ആളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ഒരാൾ, അയാൾക്കൊരു കണ്ടക്ട് റൂൾ ഉണ്ടെന്നേ. അയാൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉള്ള ആളാണ്. കേരളത്തിലെ എന്ത് ചലനങ്ങൾ നടന്നാലും അതറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ അൻവർ വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ടല്ലോ, മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം ടെലഫോണുകൾ ചോർത്തിക്കൊണ്ടിരിക്കുന്ന ആളായിട്ടാണല്ലോ ADGP അജിത് കുമാറിനെ കുറിച്ച് PV അൻവർ പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട MLA ആണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അദ്ദേഹം തെളിയിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു ആരോപണമുണ്ട്. ഒരു സെല്ല് തന്നെ വെച്ച്, ഒരു SP വെച്ച് മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും MLA മാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ ഈ പറയുന്ന സംഭാഷണങ്ങളും കോൺവെർസേഷൻസ് ഒക്കെ ചോർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്തൊക്കെ ഇൻഫർമേഷൻ കൈയാളുന്ന ഒരാളാണെന്ന് നോക്കണം. അങ്ങനെ ഒരാൾ RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട മേധാവിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ വീട്ടുവർത്തമാനം പറയാനും ഈ പറയുന്ന സഹോദരങ്ങളുടെ വിശേഷം ചോദിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ അങ്ങനെ ഒരു കൂടിക്കാഴ്ച. അപ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു മീറ്റിംഗ് ആണ്. അത്തരം സെൻസിറ്റീവായ മീറ്റിംഗിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻസ് ഉള്ളൊരു ഉദ്യോഗസ്ഥൻ അങ്ങനെ പോകാൻ കഴിയില്ല. ദെയർ ആർ കണ്ടക്ട് റൂൾസ് ഉണ്ട്. ആ കണ്ടക്ട് റൂൾസിൽ പറയുന്നത്, അതായത് നിങ്ങളുടെ പെരുമാറ്റ നിയമമുണ്ട്. ആ പെരുമാറ്റ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അൺഓതറൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്താതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ പറ്റില്ല. കൂടിക്കാഴ്ചകൾ പറ്റില്ല എന്ന് ചോദിച്ചാൽ ഭരണഘടനാപരമായി നിങ്ങൾ സ്വതന്ത്രനാണ്, നിങ്ങൾ ഒരു ഫ്രീ ഇൻഡിവിഡ്വലാണ്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പോയി ആരുമായിട്ടും കാണാമെന്ന് പറയുമ്പോഴേ നിങ്ങൾ എന്തിനാന്നേ ഈ രഹസ്യ സ്വഭാവത്തിൽ ഈ കൂടിക്കാഴ്ച നടത്തി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് ഒന്ന് പരസ്യമായിട്ട് കണ്ടു പോകാമല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഓഫീസ് വണ്ടി മാറ്റുന്നു? ഓഫീസ് വണ്ടി മാറ്റിയതിനു ശേഷം എന്തിനാണ് ഓഫീസ് വണ്ടി മാറ്റുന്നത്? എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ലോഗ് ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തും അല്ലേ? ആ രേഖയടക്കം, ആ തെളിവടക്കം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പോലീസ് ഓഫീസർ, അതും സംസ്ഥാനത്തെ ഏറ്റവും സെൻസിറ്റീവായ പോസ്റ്റിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ RSSൻ്റെ ഒരു മേധാവിയെ കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിന് രാഷ്ട്രീയമായ മറുപടി പറയണമെന്നേ. ഞാൻ പറയുന്നതിൻ്റെ സാങ്കേതികത്വമല്ല. ഒരു ADGP അങ്ങ് പോയി കണ്ടു, അങ്ങനെയാണെങ്കിൽ അയാളുടെ മൂക്ക് ഒന്നുമല്ല പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രശ്നം 218 രക്തസാക്ഷികളുണ്ട് കേരളത്തിൽ. CPM-ന് അത് RSSുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരാണ്. കഴിഞ്ഞ 8 വർഷത്തിനകത്ത് 18 പേര് മരിച്ചിട്ടുണ്ട്. ഈ സർക്കാർ ഇരിക്കുമ്പോൾ മരിച്ചിട്ടുണ്ടെന്നേ. അത് മാത്രമല്ലല്ലോ, ഇവിടുത്തെ ഒരു സെൻസിറ്റിവിറ്റിയുടെ ഈ RSS CPM സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അധികാരമേറ്റിട്ട് BJPയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നൊരു അഭിസംബോധന നടത്തിയപ്പോഴത്തേക്കേ എൻ്റെ പ്രധാനമന്ത്രി പദം ഞാൻ കേരളത്തിലെ ബലിദാനികൾക്ക് സമർപ്പിക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ സംഘർഷത്തിൻ്റെ ആഴമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത്രയും വലിയ ഏറ്റുമുട്ടൽ നടത്തിയിട്ടുള്ള 2 പാർട്ടികളാണേ. ആ 2 പാർട്ടികളിൽ ഒരു പാർട്ടി ഇവിടെ ഭരിക്കുന്നു, ഒരു പാർട്ടി അവിടെ ഭരിക്കുന്നു. അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരാളിനെ ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും മുഖ്യ ചുമതലക്കാരനായ ഒരു പോലീസ് ഓഫീസർ പോയി കണ്ടാൽ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും. അതിന് രാഷ്ട്രീയമായ മറുപടി പറയാൻ ബാധ്യസ്ഥമാണ് CPM. അതിങ്ങനെ മൈക്ക് കണ്ടിട്ട് ഒഴിഞ്ഞു മാറി പോകാൻ പറ്റില്ല MV ഗോവിന്ദന്, പിണറായി വിജയന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പിണറായി വിജയനാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായാലും എന്തുകൊണ്ട് ADGP അജിത് കുമാർ RSSുമായിട്ടുള്ള RSSലെ ഒരു പ്രധാനപ്പെട്ട മേധാവിയെ കാണാൻ പോയി? ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് 16 മാസമായിട്ട് ഇൻഫർമേഷൻ ഉണ്ടായിട്ട് എന്തുകൊണ്ടൊരു നടപടിയെടുത്തില്ല? തുടർന്നും അദ്ദേഹത്തിന് തന്നെ ക്രമസമാധാന ചുമതല കൊടുക്കുന്നു. തുടർന്നും അദ്ദേഹം വീണ്ടും അത്തരം കൂടിക്കാഴ്ചകൾ ആവർത്തിക്കുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ നിശബ്ദമായി മുഖ്യമന്ത്രി നിൽക്കുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ നിശബ്ദമായി CPM എന്നൊരു പാർട്ടി നിൽക്കുന്നു. നിങ്ങൾ പൊതുസമൂഹത്തിനോട് ആൻസർ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. RSSനെതിരായിട്ട് BJPക്കെതിരായിട്ട് അതിശക്തമായ രാഷ്ട്രീയം പറയുന്ന പ്രസ്ഥാനമാണ് CPM. അങ്ങനെ നിങ്ങളെ വിശ്വസിച്ച അണികളായിട്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും ആ കൊടിക്കീഴിക്ക് താഴെ അണിനിരന്നിട്ടുണ്ട്. അവർ രക്തസാക്ഷികളായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുണ്ടോ എന്നൊരു സംശയം പൊതുജനത്തിനുണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കാനുള്ള രാഷ്ട്രീയ ബാധ്യതയും ഉത്തരവാദിത്വവും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കുമുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട്. നിങ്ങൾ മറുപടി പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.